പൗർണമി, ഞാൻ ഗുണ്ടുമണി ഗുണ്ടുമുളകെന്ന് മറ്റേ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് എന്നെ തെറി പറയാറുണ്ട്. ഈ ചക്കപ്പോത്ത് ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്ന് ഡയറ്റ് ചെയ്യലൊന്ന് ആലോചിക്കുക, ചത്തുപോവോ? പക്ഷേ ഡയറ്റ് ചെയ്താലൊന്നും ആരും ചത്തൊന്നും പോകും. പക്ഷെ വാർത്ത ഇപ്പൊ അങ്ങനെയാണല്ലോ വരുന്നത്, ഡയറ്റ് ചെയ്ത് പെങ്കുച്ചു മരിച്ചെന്നൊക്കെ പറയുന്നല്ലോ എൻ്റെ. അതായത് കണ്ണൂരിൽ ഒരു 18കാരി ഡയറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അമിത വണ്ണത്തെ ഭയന്ന് ഡയറ്റ് ചെയ്തു. ആളുടെ അന്നനാളമൊക്കെ ചുരുങ്ങി ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. പക്ഷെ ഒരിക്കലും ഡയറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരാൾക്കും മരണം സംഭവിക്കില്ല. ഇപ്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പം ശാരികയുടെ കാര്യം ശാരിക പറഞ്ഞു, ശാരിക ഇത്രയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷേ അതൊന്നും ശരിക്കും ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പൊ ഇത്ര എല്ലാ ആളുകൾ ഓരോന്ന് പറഞ്ഞിട്ടും ശാരിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് തോന്നിയാൽ നമ്മൾ കുറയ്ക്കും, നമ്മൾക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമല്ല. കൂട്ടുകയെ കുറയ്ക്കുന്നതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബോഡി ഷേമിങ് പാടില്ല എന്ന് തന്നെയുള്ള കാര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇനിയിപ്പൊ നമ്മളെ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ആശ്വസിക്കും അല്ലേ. അപ്പം ഒരിക്കലും ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഇത് പറയുന്നത്, ഒരിക്കലും ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആർക്കും മരണം സംഭവിക്കില്ല. ഇപ്പം നമ്മളൊരു ജിമ്മിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൂംബ ക്ലാസ്സിന് പോവുകയാണെങ്കിലും ഈവൻ യൂട്യൂബിൽ ഡയറ്റ് നോക്കി മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യൂട്യൂബിനകത്തൊന്നും മരിക്കാനും മാത്രമുള്ള ഒരു ഡയറ്റ് പ്ലാനോ ഒന്നും പറയുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഒരുപാട് ആളുകൾ ശരീരം നോക്കുന്നവരാണ്. മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഒരുപാട് ആളുകൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരും അമിതവണ്ണം ഉള്ളവർ കുറയ്ക്കാനും ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കുന്നവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകളും. ഈവൻ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു 30, 35 അല്ലെങ്കിൽ 40, ഈവൻ നമുക്കറിയാം നമ്മുടെ ഹിന്ദി നടിമാരൊക്കെ അല്ലേ, ഇപ്പൊ നമ്മുടെ മലയാളി നടിമാരും കോൺസെൻട്രേറ്റഡ് ആണ്. എല്ലാവരും തന്നെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അതെ. പക്ഷെ ഇതിനകത്ത് ഈ വാർത്തയിൽ പറയുന്ന പോലെ ഇതൊരു മാനസിക അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതായത് മെലിയണം എന്ന് പറഞ്ഞ ഈ അദമ്യമായ ഒരു ഒബ്സഷൻ അതിനുണ്ടെന്ന് പറയുന്നത്. അതൊരു പ്രത്യേക രോഗാവസ്ഥയാണെന്ന് പറയപ്പെടുന്നത്. അതൊരു പക്ഷേ എന്തെങ്കിലും ഒരു സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില സമൂഹത്തിൽ നിന്നോ ഉള്ള കളിയാക്കലുകൾ കൊണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്ന ചില ഒബ്സഷൻ ആവാം. ചിലപ്പോൾ വണ്ണം കൂടിയാൽ എൻ്റെ സൗന്ദര്യം കുറയുമെന്നാണ് ഈ പെൺകുട്ടിയുടെ ടാഗ്ലൈൻ എന്നാണ് പറഞ്ഞിരുന്നത്. വണ്ണം അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്നത് യൂട്യൂബ് എന്ന് ആ വാർത്താ ചാനലുകാരെ സ്ട്രെസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്ന യൂട്യൂബിൽ ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് വരാറുണ്ട്. നമുക്ക് ഈ പറയുന്ന മറ്റ് ആപ്പുകളിൽ ഒരുപാട് ഡയറ്റ് ആപ്പുകളുണ്ട്, ന്യൂട്രീഷൻ ആപ്പുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കയറുമ്പോഴെല്ലാം മന്ത്ലി ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും എല്ലായ്പ്പോഴും. നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് മാത്രമാണ്. യൂട്യൂബ് ചാനലുകളാണ്. യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഫ്രീ ആണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് കാശില്ല, നമുക്ക് എല്ലാവരെയും കാണാം. നമുക്ക് എന്ത് സാധനം ചോദിച്ചാലും യൂട്യൂബിൽ ഉത്തരം കിട്ടാറുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതെല്ലാം പൂർണ്ണമായി ശരിയാണെന്നല്ല. പക്ഷേ ഡോക്ടർമാരുടെ ചാനലുകളുണ്ട് അതിനകത്ത്, ഡയറ്റീഷ്യന്മാരുടെ ചാനലുകളുണ്ട്, പ്രശസ്തരായ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ചാനലുകളുണ്ട്. ഇതിലെല്ലാം നോക്കി അവർ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആരും മരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ആ പെൺകുട്ടിയുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യൂട്യൂബിൽ പറഞ്ഞ ഡയറ്റ് ആയിരിക്കും. യൂട്യൂബിൽ ഒരിടത്തും നമുക്ക് എത്ര സെർച്ച് ചെയ്യാനും നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത്ര ഫേക്ക് ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്നതായിരിക്കാം. യൂട്യൂബ് പൂർണ്ണ 100% ജെന്യുവിനാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ യൂട്യൂബിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ്റ് ആയിരുന്നു. +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവിടുത്തെ നാട്ടുകാർ പറയുന്ന, അവരുടെ ബന്ധുക്കൾ പറയുന്ന ആ പെൺകുട്ടി ഇത് പാസ്സായതിന് ശേഷം കോളേജ് ലെവലിലേക്ക് എത്തി. കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും ഇച്ചിരി ഫിഗറൊക്കെ ആയിട്ട് ഇച്ചിരി അടിപൊളിയായിട്ട് നടക്കണം, ആൾക്കാരെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് കോളേജ് കളർഫുൾ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത്രയും ബുദ്ധിയും വിവേകവുമുള്ള ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്ത് അത് അവളുടെ മാത്രം കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആവാനേ സാധ്യതയുള്ളൂ. കാരണം ആദ്യമൊക്കെ ബന്ധുക്കൾ പറയുന്നത് ഒരു നേരം വണ്ണം വയ്ക്കും എന്ന് പേടിച്ച് ഒരു നേരം ആഹാരം കഴിച്ചിരുന്നു. പിന്നെ ഒന്നും കഴിക്കാതായി. അന്നനാളവും ആമാശയൊക്കെ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടൊന്നും അന്നനാളവും ആമാശയും ചുരുങ്ങിയില്ല, 2 ദിവസം കൊണ്ട് ചുരുങ്ങിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തിനായിരിക്കും ആ പെൺകുട്ടി അത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഒരു ആഞ്ചലീന ജോളി അനുകരിക്കാൻ ശ്രമിച്ചൊരു നായികയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി വന്നിരുന്നു. അതായത് ആഞ്ചലീന ജോളിയുടെ മുഖം ആകാൻ വേണ്ടിയിട്ട് അവൾ പ്ലാസ്റ്റിക് സർജറി അവസാനം എല്ല് മാത്രമായി മാറി അവളുടെ മുഖം. പലയിടത്തും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരിക്കലും ഒരാൾക്കും മറ്റൊരാളെ പോലെ ആകാനാവില്ല. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ ബോളിവുഡ് നടിമാരെയും ഒരുപക്ഷെ ഈ ടോളിവുഡ് നടിമാരെയൊക്കെ അനുകരിച്ച് ഐശ്വര്യ റായ് ബച്ചനെയോ അല്ലെങ്കിൽ തൃഷയെയോ അങ്ങനെയൊക്കെ എല്ലാവരും മെലിഞ്ഞ സുന്ദരികളാണല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു ഫാക്ട്, ഒരു ഫോൾട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അതല്ലേ എനിക്ക് തോന്നുന്നു. പൗർണമി മെലിഞ്ഞ സുന്ദരിമാർ അല്ലെങ്കിൽ വെളുത്ത സുന്ദരിമാർ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ഹോളിവുഡൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ കറുത്ത, എത്രയോ നല്ല, നമുക്കറിയാം ഒരുപാട് ഹാലി ബെറിയെ പോലുള്ള ഒരുപാട് നായികമാർ തകർത്ത് അഭിനയിച്ച ഹോളിവുഡ് സിനിമകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ ഈ ഒരു നാട്ടിലാണ് സിനിമാ നടികളാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡൽ ആവണമെങ്കിൽ നിറം ഒരു മാനദണ്ഡം. വളരെ എക്സെപ്ഷണൽ കേസുകളാണ് ഇപ്പോൾ മുന്നോട്ട്. ഇപ്പോൾ പറയാം കുറച്ച് മാറ്റങ്ങളൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിനെ മോഡലാക്കാറുണ്ട്, കറുത്ത അത്യാവശ്യം ഡാർക്ക് സ്കിന്നുകളെ മോഡലാക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, അവർ പറയുന്ന മാനദണ്ഡം മെലിഞ്ഞ 5 അടി 5 ഇഞ്ച് പൊക്കം അല്ലെങ്കിൽ 6 അടി പൊക്കമുള്ള മെലിഞ്ഞ സുന്ദരികളെയാണ് മോഡൽസ് ആയിട്ടും അല്ലെങ്കിൽ ബോളിവുഡിലെ ഓഡീഷനും അല്ലെങ്കിൽ ടോളിവുഡ് ഓഡീഷനും ഒക്കെ എടുക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഇച്ചിരി വണ്ണം ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേസ് ആന്റണിയൊക്കെ വണ്ണമില്ലേ, എന്നിട്ട് എന്ത് ഗ്രേസ്ഫുൾ ആയിട്ട് അവർ അഭിനയിക്കുന്നതല്ലേ. പക്ഷേ നായിക എന്ന എനിക്ക് വണ്ണമുള്ള നായിക എനിക്ക് തോന്നുന്നു കാവ്യ മാധവൻ ഇച്ചിരി വണ്ണമുള്ള നായികയായിരുന്നു. പിന്നെ മെലിഞ്ഞ നായികമാരാണ് കൂടുതലും മലയാളത്തിലുള്ളത്. പക്ഷെ വണ്ണമുള്ള നായികമാർ അഭിനയിച്ചിരുന്ന പഴയ എവർഗ്രീൻ നമ്മുടെ നസീറിക്കയുടെ നായികമായിട്ട് അഭിനയിച്ച ജയഭാരതി ചേച്ചിയൊക്കെ എന്ത് സുന്ദരിമാരായിരുന്നു അല്ലേ. അവർക്കൊക്കെ വണ്ണമുണ്ട്. അന്നത്തെ ആ ഒരു സൗന്ദര്യം, ഷീലാമ്മയ്ക്ക് വണ്ണം ഉണ്ടായിരുന്നു, അവർ മെലിഞ്ഞ സുന്ദരി ആയിരുന്നില്ല. ശരിക്കും അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇവര് എങ്ങനെയാണോ ആയിരിക്കുന്നത് അങ്ങനെ തന്നെ. ഇപ്പം അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് വണ്ണമില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് ആ രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പം അവരുടെ സ്വാഭാവികമായിട്ട് നാച്ചുറലി സംഭവിക്കുന്ന എന്തൊക്കെ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ആണോ ആ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ വണ്ണം എന്നുള്ളതല്ല, ആ ഭംഗിനെ അങ്ങനെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ചിത്രത്തിൽ കാണിക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും ആർക്കും ഈ പൊണ്ണത്തടിയോ അല്ലെങ്കിൽ വണ്ണം ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ജനറേഷൻ എടുത്ത് നോക്കി അവർക്കും അതൊന്നും ഒരു വലിയ പ്രശ്നമില്ല. പിന്നെ ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനാണ് ഈ സൈസ് 0 അല്ലെങ്കിൽ 0 സൈസ് ആവണം എന്നുള്ള ആഗ്രഹം. നമുക്കറിയാം ഇപ്പൊ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡയറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്ത് ഫലം കണ്ടിട്ടുള്ളവരായിരിക്കണം കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അതെല്ലാം ഓരോ വ്യക്തികളാണ്, അവരാരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണോ അല്ലെങ്കിൽ സൈസ് കുറയ്ക്കണോ എങ്കിൽ നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ, ഞങ്ങൾക്കിത് ചെയ്തിട്ട് ഗുണകരമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവർ പ്രസൻറ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നമ്മുടേതായ രീതിയിൽ ആഹാരം ക്രമീകരിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉദ്ദേശം ബോഡി ഫിറ്റ് ആക്കുകയാണോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുകയാണോ എന്നുള്ളൊരു ഗോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് ഒക്കെ ഒരു 7 days ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച് വരും എന്നാണ് യൂട്യൂബ് വീഡിയോസിലൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പരിധിയിൽ അധികവും ശരി തന്നെയാണ്, ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ ഈവൻ ജിമ്മിൽ പോയാലും നമ്മൾ ഒരു സൂംബ ക്ലാസ്സിന് പോയാലും എല്ലാം ആരും പറയുന്നില്ല ആഹാരം കഴിക്കരുത് എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ആഹാരം കഴിക്കണം, നിശ്ചിത അളവിൽ കഴിക്കണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, പിന്നെ നമ്മൾ ഒരു നേരം കഴിക്കുന്നത് പല തവണകളായിട്ട് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ പറയുന്നത് കൂടുതൽ ആഹാരം കഴിക്കൂ എന്നല്ലേ, അല്ലാതെ ആഹാരം പൂർണ്ണമായിട്ടും നിർത്തണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, കാരണം ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ചിട്ട് ഈ പൗർണമി പറഞ്ഞ പോലെ സൈസ് 0 കോൺസെപ്റ്റ് വന്നതിന് ശേഷം കുറേ പെൺകുട്ടികൾ പട്ടിണി കിടന്ന് മെലിയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ്. എന്നാൽ ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ കുറേ 5-6 വർഷങ്ങളായിട്ട് തന്നെയും സ്ഥിരം നമ്മൾ യൂട്യൂബൊക്കെ പ്രാബല്യത്തിൽ ഭയങ്കര ഫേമസ് ആൾക്കാരുടെ ഇടയിലേക്ക് വന്നതിന് ശേഷം യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആൾക്കാർ വളരെ കീനായിട്ട് ഉപയോഗിക്കുന്നതിന് ശേഷം വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പട്ടിണി കിടന്ന വണ്ണം കുറയ്ക്കരുത്. നിങ്ങൾ ന്യൂട്രീഷൻ ഫുഡ് കഴിച്ച് വണ്ണം ബാലൻസ് ചെയ്യൂ, അല്ലെങ്കിൽ ജിമ്മിൽ പോയി ഇന്ന വ്യായാമങ്ങൾ ചെയ്യുമെന്നാണ് യൂട്യൂബ് എവിടെ തുറന്നാലും നമ്മൾ കാണും. പിന്നെ ഈ പെൺകുട്ടിക്ക് എവിടുന്നാണ് പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ രോഗാവസ്ഥയാണെന്നാണ് പറയുന്നത്. അതിനൊരു പേര് പ്രത്യേക പേര് പറയുന്നുണ്ട്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള. അതെ, നമ്മളിവിടെ പറയാൻ വെറുതെ തെറ്റിച്ച് പറയുന്നതിനേക്കാളും നല്ല പറയാതിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രോഗാവസ്ഥ ആയതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ഒബ്സഷൻ വരുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഭക്ഷണത്തിനോട് വേണ്ട, ഇപ്പൊ ഭക്ഷണം കൊടുത്താലും അവരുടെ ബന്ധുക്കൾ പറയുന്നത് അവൾ കഴിക്കില്ല. അവര് മെയിൻ ആയിട്ട് പറയുന്നത് പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വേറെ ഏത് മീല് കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഫോളോ ചെയ്യുന്നവരാ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിർബന്ധമില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം പുട്ടും പഴവും ആയിരിക്കും, ചിലപ്പോൾ പൊറോട്ട ആയിരിക്കും, അല്ലെങ്കിൽ അപ്പമായിരിക്കും, എല്ലാം ഹെവി ആയിരിക്കും, കൂടുതൽ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇഡലി, സാമ്പാർ, ദോശ, ചമ്മന്തി നമ്മളൊക്കെ കഴിക്കുന്ന അങ്ങനെ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് നൈറ്റിൽ എന്താണോ എപ്പോഴാണോ കഴിച്ചത് അതിനുശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടം വരെ ഉള്ളൊരു സമയത്ത് നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്, നമ്മൾ ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു സമയത്ത് എന്തെങ്കിലും കഴിക്കണം എന്നേ ഉള്ളൂ. വയറ് നിറച്ച് കഴിക്കണമെന്നോ ഒരുപാട് എമൗണ്ട് കഴിക്കണമെന്നോ ഇല്ല. ചിലപ്പോൾ ഒരു 2 നട്ട്സ് കഴിച്ചാൽ മതി, ഒരു പഴം കഴിച്ചാൽ മതി. അതിനെ വലിയ ഹെവി ആക്കി ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കാര്യമില്ല എന്ന്
ഒരൊറ്റയാള് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇത്രയും വർഷത്തിനിടയ്ക്ക്. എപ്പോഴും കേട്ടിട്ടുള്ളത് പ്രഭാത ഭക്ഷണം കഴിക്കണം, പ്രഭാത ഭക്ഷണം. ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളൊക്കെ വീട്ടിൽ ഒരു ദിവസം ഒരു നേരം ആഹാരം രാവിലെ കഴിക്കാതെ ഇറങ്ങി കഴിഞ്ഞാൽ പറയും, ഓ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എവിടെ പോവുക, അല്ലെങ്കിൽ രാവിലത്തെ ആഹാരം കഴിക്കണം, ഉച്ചയ്ക്ക് വേണേൽ കഴിക്കാതിരുന്നോ, അല്ലെങ്കിൽ രാത്രി കഴിക്കാതിരുന്നോ. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നട്ട്സ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 2 നട്ട്സ് കഴിച്ചാൽ മതി. ഇനി അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം തലേദിവസം രാത്രി കഴിച്ചതും നമ്മുടെ ആരോഗ്യത്തിന് മോശം വരാത്ത രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല. നമുക്ക് ഉച്ചയ്ക്കാണ് കഴിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ ബ്രഞ്ച്, അല്ലെ, അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. അല്ലാതെ എപ്പോഴും എല്ലാ സമയത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ആഹാരം കഴിക്കണം. കഴിക്കാതിരുന്നുള്ള ഡയറ്റിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കഴിക്കണം. അതിന് നിശ്ചിത സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുള്ള ഫുഡ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലേ? അതെ അതെ. കാരണം പൗർണമി പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളുടെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് എക്സസൈസിന് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആപ്പ് പേയ്മെൻറ്റ്. ഞാനൊരു 100 ആപ്പിൻ്റെ പുറകെ പോയിട്ടുണ്ട്. പക്ഷേ ആസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഒരു ആപ്പ് പോലും സൗജന്യമായിട്ട് നമുക്ക് ചെയ്തു തരുന്നത്. അവർ പറയുന്നത് 1000 രൂപ മന്ത്ലി അടയ്ക്കണം. അതിൽ നല്ലത് 1000 രൂപ നമുക്ക് ജിമ്മിൽ കൊടുത്ത് പോയി എക്സസൈസ് ചെയ്തുകൂടെ? അതിൽ 1000 രൂപ ആണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചു കഴിച്ചുകൂടെ? എന്തിനാണ് നമുക്ക് അറിയാത്തൊരു ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ഒരു സ്ഥാനത്ത് ബദലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് പഠിക്കാനായാലും അത് നമ്മുടെ എല്ലാ ഭക്ഷണത്തിനെ കുറിച്ചും അതിനകത്ത് ആൻസേഴ്സ് ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാലും നമുക്ക് കിട്ടും. നമ്മുടെ കലോറി റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, കലോറി കുറഞ്ഞ ആഹാര സാധനങ്ങൾ ഏതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. അതിന് ഒരുപാട് ആൾക്കാർ ഉപദേശിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാരുടെ ഡയറ്റ് പ്രോഗ്രാംസും ചാർട്ടുകളും എല്ലാം യൂട്യൂബിൽ ഇന്ന് സുലഭമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇരിക്കുക ഈ 2025 കാലഘട്ടത്തിൽ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് ഇതൊരു ഡയറ്റിംഗ് ഒബ്സഷൻ ആ കുട്ടിക്ക് പിടിപെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ ആത്മഹത്യ പ്രവണത, ഡിപ്രഷനിലേക്ക് പോകുന്ന ആത്മഹത്യ പ്രവണത, ആ ആത്മഹത്യ പ്രവണത ഉണ്ടാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയാണ്. അത് തന്നെയാണ് ഈ ഡയറ്റിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഡയറ്റ് എപ്പോഴും വേണം. ഡയറ്റ് എന്താണ്? സമീകൃതമായിട്ടുള്ള ഫുഡ് എന്നാണ് ഡയറ്റിൻ്റെ അർത്ഥം. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ നമ്മുടെ ആ ഒരു ഭാരം ബാലൻസ് ചെയ്യുന്ന പോകുന്ന രീതിയിൽ നല്ല ഡയറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യും. ഡയറ്റിൻ്റെ അർത്ഥം പട്ടിണി കിടക്കുക, നല്ല ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഡയറ്റിൻ്റെ അർത്ഥം ഒരിക്കലും മരിക്കുക എന്നല്ല. സോ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴും അത് തന്നെ പറയാനുള്ളൂ. നല്ല ഡയറ്റ്, നല്ല ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നല്ല സമീകൃത ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കുക. അമിത ഭാരം ഉണ്ടാക്കാതിരിക്കുക. എന്ന് വെച്ച് ഭാരം ഉള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവും ഇഷ്ടവുമാണ്. അതൊരു തെറ്റും കുറ്റമൊന്നുമല്ല. ബോഡി ഷേമിങ് അവസാനിപ്പിക്കും. ഈ ബോഡി ഷേമിങ്ങിനെ പേടിച്ചിട്ടാണ് മിക്കവരും ഈ ഡയറ്റിലേക്കൊക്കെ തിരിയുന്നത്. അല്ലാതെ ആർക്കാണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത്? ഭക്ഷണം കഴിച്ചാൽ വണ്ണം വെക്കുന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു 50-60% ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വണ്ണം ഉണ്ടെങ്കിലും പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ പേരിൽ കിട്ടുന്ന കളിയാക്കലുകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഡയറ്റ് ചെയ്യുക, ബട്ട് അതൊരിക്കലും നിങ്ങളുടെ മരണത്തിലേക്ക് ആകരുതെന്ന് മാത്രം.